ആകാശവാണി. ഇപ്പോൾ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ജയശ്രീ കുറുശ്ശേരി. കുടുംബജീവിതം തുടങ്ങുന്ന സമയത്ത്, പ്രത്യേകിച്ചും മാതാപിതാക്കളിൽ നിന്ന് മാറി വേറെ താമസം തുടങ്ങുമ്പോൾ, നാം വീട്ടിലെ ഓരോ അത്യാവശ്യ കാര്യങ്ങൾക്കായി ഫർണിച്ചറും മറ്റു ഉപകരണങ്ങളും വാങ്ങിത്തുടങ്ങും. ജീവിതം മുന്നോട്ടു പോകുമ്പോൾ ആഡംബരങ്ങൾക്കുള്ള സാധനങ്ങൾ കൂടി വാങ്ങാൻ തുടങ്ങും. അങ്ങനെ കാലം കഴിയുന്തോറും വീടുകളിൽ അത്യാവശ്യത്തിൽ തുടങ്ങി ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള ഫർണിച്ചറും സാധനങ്ങളും കൊണ്ട് നിറയും. പലപ്പോഴും കുട്ടികളൊക്കെ വലുതായി പലയിടത്തായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ തുടക്കത്തിൽ നാം വാങ്ങിക്കൂട്ടിയ പല ഉപകരണങ്ങളും ഉപയോഗശൂന്യമായി തീരുന്നു. അടുക്കളയിൽ പോലും പല ഉപകരണങ്ങളും ഗൃഹനാഥയൊഴികെ മറ്റുള്ളവർ കൈകാര്യം ചെയ്യുന്നുണ്ടാവില്ല. അവിടെയും ഗൃഹനാഥയുടെ അഭാവത്തിൽ പലതും ഉപയോഗിക്കാതെയാകുന്നു. വൈകാരിക മൂല്യത്തോടെ സൂക്ഷിച്ചു വെക്കുന്ന കാര്യങ്ങൾ പോലും ആരും അറിയാതെ പോകുന്നു. ആ വീട്ടിൽ തന്നെ ഒരു പിൻതലമുറ തുടർന്ന് താമസിക്കുകയോ അവർ എല്ലാ കാര്യത്തിലും ഉത്തരവാദിത്വത്തോടെ ഇടപെടുകയോ ചെയ്യുന്നിടത്ത് ഇത് അത്ര കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. പുതിയ തലമുറയിൽ വീട്ടുകാര്യങ്ങൾക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ട്. അവർ പരസ്പരം പങ്കിട്ട് എല്ലാ ജോലികളും ചെയ്യുന്നു. കുടുംബമായി കഴിഞ്ഞ് സ്വന്തമായി വീടൊക്കെ വെക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെക്കാളും വലുതായിട്ടാണ് വീടുകൾ നിർമ്മിക്കുന്നത്. നാട്ടിൽ 50,000 സ്ക്വയർ ഫീറ്റ് വീട് വെച്ചിട്ടിരുന്ന ഒരാൾ മഹാമാരിക്കാലത്ത് വിദേശത്ത് വെച്ച് മരണമടഞ്ഞിട്ട് മൃതദേഹമെങ്കിലും ഈ വീട്ടിലെത്തിക്കാൻ കുടുംബാംഗങ്ങൾ ബുദ്ധിമുട്ടിയത് വായിച്ചതോർക്കുന്നു. പ്രായമാകുമ്പോൾ മക്കൾ പലയിടത്തായി ചേക്കേറി കഴിയുമ്പോൾ വീട്ടിലെ പലയിടങ്ങളും അപ്രസക്തമാവുന്നു. പലർക്കും മുകൾ നിലയിലേക്കൊക്കെ കയറാനുള്ള ആരോഗ്യം പോലും നഷ്ടപ്പെടുന്നു. ആ അവസ്ഥയിൽ നമ്മുടെ ഉപയോഗവും ആവശ്യവും കുറച്ചു മുറികളിലേക്ക് ചുരുങ്ങുന്നു. രോഗബാധിതരെ സംബന്ധിച്ചിടത്തോളം സാന്നിധ്യം ഒരു മുറിയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നു. ഞങ്ങൾ ജീവിതം തുടങ്ങിയ കാലത്ത് രണ്ടുപേരും വായനാപ്രിയരായിരുന്നതുകൊണ്ട് പുസ്തകങ്ങൾ വാങ്ങുമായിരുന്നു. വർഷങ്ങൾ കഴിയുന്തോറും പുസ്തകശേഖരം വർദ്ധിക്കുമെങ്കിലും മറ്റു തിരക്കുകൾ കാരണം വായിക്കാനുള്ള സമയം കുറഞ്ഞു വന്നു. താല്പര്യമുണ്ടായാലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സുഖവായന സാധ്യമാകാതെയും വരുന്നു. പുതിയ തലമുറയിൽ വായനാശീലമുള്ളവർ ഉണ്ടായാലും അവരുടെ വായനാ രീതികളും മാധ്യമങ്ങളും മാറുന്നതോടെ ഇത്തരം പുസ്തക ശേഖരങ്ങളുടെ പ്രസക്തിയും നഷ്ടപ്പെടുന്നു. വസ്ത്രങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെ അവസ്ഥ. ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ സംസ്കാരം വന്നതോടുകൂടി നാം വാങ്ങിക്കൂട്ടുന്ന വസ്തുക്കളും അധികരിച്ചു. വസ്ത്രങ്ങളായാലും വീട്ടിലിരുന്ന് തന്നെ വാങ്ങാൻ പറ്റുന്നു എന്നത് സൗകര്യമാണെങ്കിലും നമ്മുടെ ഉപഭോഗം വളരെ കൂടി വരുന്നു എന്നത് ദോഷകരവുമാണ്. ഇഷ്ടപ്പെട്ടു എന്ന കാരണം കൊണ്ട് ആവശ്യമില്ലാത്ത വസ്തുക്കൾ വാങ്ങിക്കൂട്ടാതിരിക്കുക. ഇന്ന് വിലപിടിപ്പുള്ള ഫർണിച്ചറുകളും ഉപകരണങ്ങളും വസ്ത്രങ്ങളും നിറഞ്ഞ എത്രയോ മണിമന്ദിരങ്ങൾ പൂട്ടിക്കിടക്കുന്നു. പലപ്പോഴും പ്രായമായവർക്ക് ശാരീരിക അവശതകൾക്കൊപ്പം ഇതിന്റെ സംരക്ഷണവും ഒരു ബാധ്യതയായി മാറുന്നു. നമ്മുടെ വീടുകളിൽ സ്ഥിരമായി ഉപയോഗിക്കാത്ത വസ്തുക്കൾ, അത് ഫർണിച്ചറായാലും വീട്ടുപകരണങ്ങളായാലും വസ്ത്രങ്ങളായാലും ഉപയോഗപ്രദവും കാര്യക്ഷമവുമായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ആവശ്യമുള്ള ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഉപകാരമാകുന്നതിനോടൊപ്പം വീടുകളിൽ സാധനങ്ങളുടെ അമിതാധിക്യം ഉണ്ടാകുന്നത് തടയാനും കഴിയും. പണത്തിന്റെ കാര്യത്തിലെ അവസ്ഥ ഇത് തന്നെ. എന്നാൽ അത് ദാനം ചെയ്യുന്നത് അർഹരായവർക്ക് തന്നെ എന്ന് ഉറപ്പാക്കുകയും വേണം. അതിന് ഏറ്റവും പറ്റിയത് അന്നദാനമാണ്. അന്നദാനം മഹാദാനമാണല്ലോ. നമ്മുടെ ചുറ്റുപാടും വിശന്ന് വലയുന്ന അനേകം ആളുകളുണ്ട്. ദാരിദ്ര്യ ദുഃഖത്തോടൊപ്പം രോഗത്താൽ കഷ്ടപ്പെടുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആഹാരത്തിനോ മരുന്നിനോ ചികിത്സയ്ക്കോ ഒക്കെ ഓരോരുത്തർക്കും കഴിയുന്ന രീതിയിൽ സഹായിക്കുക. ഇങ്ങനെ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ ധാരാളം നല്ല മനുഷ്യർ അവരുടെ സമയം വിനിയോഗിക്കുന്നുണ്ട് എന്നതും ആശ്വാസം തരുന്ന കാര്യമാണ്. ഭൗതിക വസ്തുക്കളുടെ സമൃദ്ധിയിൽ നിന്നല്ല സമ്പന്നത ഉണ്ടാകുന്നത്, സംതൃപ്തമായ ഹൃദയത്തിൽ നിന്നാണ്. യാത്ര സുഖകരമാക്കാൻ യാത്രാ സാധനങ്ങൾ കുറയ്ക്കുന്നതാണ് നല്ലത്. അതുപോലെ ജീവിതയാത്രയും അന്ത്യയാത്രയും അനായാസമാക്കാൻ ഇത്തരം ഭാരലഘൂകരണം ഉത്തമമാണ്. സുഭാഷിതം അവതരിപ്പിച്ചത് ജയശ്രീ കുറുശ്ശേരി.